Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നേവി SSR ആൻഡ് MR ന്റെ സ്റ്റേജ് 2 ന്റെ ഫുൾ സെലക്ഷൻ പ്രോസസ് ആണ്. സ്റ്റേജ് 1 ന്റെ റിസൾട്ട് ആൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എക്സാം പാസ്സായ എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. ഇനി നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സ്റ്റേജ് 2 പ്രോസസ്സിലേക്കുള്ളത്. നിങ്ങൾ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യുക. ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റേജ് 2 റിട്ടൺ എക്സാം ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 40 മോക്ക് ടെസ്റ്റ് കൂടി ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ആ ഓരോ മോക്ക് ടെസ്റ്റിലും പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി അങ്ങോട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ലൈവ് സെഷൻ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ അവയർനെസ്സും ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഫുൾ അപ്ഡേറ്റും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. സ്റ്റേജ് 2 സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പല കുട്ടികളും നമുക്ക് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ടാണ് ഈ ഒരു സ്റ്റേജ് 2 സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബിന് ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ഇനി നിങ്ങളുടെ മുന്നിൽ ടൈം വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്രോസസ്സ് എന്തൊക്കെയാണ്. സ്റ്റേജ് 2 സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അതിനുശേഷം നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ PFT ആണ്. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അത് സ്പെഷ്യലി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്യുമെന്റ് കൂടി ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ, അതായത് ഈ ഒരു സ്റ്റേജ് 2 പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ് കൊണ്ടുപോകണമെന്ന്. ആ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ PFT ആണ്. PFT എന്താണെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. അവിടെ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടക്കും. അതിൽ പാസ്സായാൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റിട്ടൺ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. റിട്ടൺ എക്സാം ഇവിടെ ഓൺലൈൻ അല്ല, ഓഫ്ലൈനാണ് എക്സാം നടക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ നിങ്ങളുടെ മെഡിക്കൽ ആണ്. ഈ പ്രോസസ്സ് എല്ലാം ഒരു ദിവസമാണ് നടക്കുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ. ഈ പ്രോസസ്സ് എല്ലാം ഒരു ദിവസമാണ് നടക്കുന്നത്. രാവിലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും, അതിനുശേഷം പിന്നെ ഫിസിക്കലി നടക്കും, അതിനുശേഷം പിന്നെ റിട്ടൺ എക്സാം നടക്കും, അതിനുശേഷം പിന്നെ മെഡിക്കൽ പ്രോസസ്സ് ആയിരിക്കും. ചിലപ്പോൾ ചില കുട്ടികളുടെയൊക്കെ മെഡിക്കൽ അന്ന് ചിലപ്പോൾ നടക്കാൻ പറ്റത്തില്ല. മീനിങ് കൂടുതൽ കുട്ടികളാവുമ്പോൾ അവരുടെ മെഡിക്കൽ ചിലപ്പോൾ നെക്സ്റ്റ് ദിവസമായിരിക്കും നടക്കുന്നത്. നോർമലി എല്ലാ പ്രൊസീജിയറും ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ 50% കുട്ടികൾ ആദ്യത്തെ ഈ ഒരു പ്രോസസ്സിൽ തന്നെ എന്താണ് ഫെയിൽ ആവുന്നതായിരിക്കും. കൂടുതലും കുട്ടികളും ഫെയിൽ ആവുന്നത് PFTക്കകത്താണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുക. ടൈമിംഗ് എത്രയാണെന്ന് ഇനി ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. റണ്ണിങ്ങിനോടൊപ്പം തന്നെ മറ്റേതൊക്കെ ഈവൻറ്റ് നിങ്ങൾ ക്രോസ് ചെയ്യണം ഈ ഒരു സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്യാനായിട്ട്, അതുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായല്ലോ. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. നിങ്ങൾ അവിടെ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2 അഡ്മിറ്റ് കാർഡ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച അഡ്മിറ്റ് കാർഡ് ഉണ്ടല്ലോ, ആ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ സ്റ്റേജ് 1 അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഇതില്ലാതെ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോകരുത്. ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, സ്റ്റേജ് 1 അഡ്മിറ്റ് കാർഡ് ഒരാളും എടുത്ത് കളയരുത്, അത് വെച്ചേക്കണം. അത് നമുക്ക് സ്റ്റേജ് 2 ഉപയോഗപ്പെടുമെന്ന്. അപ്പോൾ നമ്മൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 എന്താണ് അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോയിരിക്കണം. അതിനുശേഷം ആധാർ കാർഡ് കൊണ്ടുപോവുക. NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ A ആണോ B ആണോ C ആണോ ഏതാണ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. ഇതിന്റെ എല്ലാ ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. അതോടൊപ്പം കോപ്പി കൂടി നിങ്ങൾ മിനിമം 3 എങ്കിലും കൊണ്ടുപോയിരിക്കണം. പിന്നെ പാൻ കാർഡ് കൊണ്ടുപോയിരിക്കണം. പിന്നെ 10ാം ക്ലാസ്സിന്റെയും 12ന്റെയും മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. സെൽഫ് ഡിക്ലറേഷൻ ഫോം കൊണ്ടുപോകണം. അതിനുശേഷം 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. 3 മാസത്തിനകം എടുത്ത ഫോട്ടോ ആയിരിക്കണം. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഒട്ടിച്ച ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് അപ്ഡേറ്റ് കഴിഞ്ഞു. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞത് PFT ആണ്. PFTക്കകത്ത് ആൺകുട്ടികൾക്ക് 1.6 കിലോമീറ്റർ 6.5 മിനിറ്റ്, അതായത് 6.5 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. പിന്നെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് കഴിഞ്ഞ തവണയൊക്കെ 6 മിനിറ്റ് 15 സെക്കൻഡ് ആയപ്പോൾ തന്നെ അവർ സ്റ്റോപ്പ് ചെയ്തിരുന്ന എല്ലാ കുട്ടികളുടെ റണ്ണിങ്. 6:15 ആരൊക്കെയാണ് ഓടിയെത്തിയിരുന്നത് അത്രയും കുട്ടികൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ 6 മിനിറ്റ് 15 സെക്കൻഡിനുള്ളിൽ ഓടിയെത്താൻ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് 1.6 കിലോമീറ്റർ 8 മിനിറ്റിലാണ്. ഇവിടെയും കഴിഞ്ഞ തവണയൊക്കെ 7.30 7.5 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയ കുട്ടികൾ എടുത്തിരുന്നു. അതിനുശേഷം ഓടി വന്ന ഒരു കുട്ടിയും എന്താണ് അവർ പാസ്സാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ടൈം അനുസരിച്ച് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ അറൗണ്ട്ലി ഒരു 90 കുട്ടികളായിരിക്കും അവർ ആദ്യത്തെ ഷിഫ്റ്റിനായിട്ട് വിളിക്കുന്നത്. അതിൽ
അതിൽ ഓരോ ഗ്രൂപ്പിലും 20 കുട്ടികളെ വെച്ചായിരിക്കും റണ്ണിങ് ചെയ്യിക്കുന്നത്. മിനിമം 50% കുട്ടികളെങ്കിലും ഈ ഫിസിക്കൽ ഇവിടെ ഔട്ട് ആവുന്നതായിരിക്കും. ഇത് നേവിയുടെ ഹിസ്റ്ററിയിൽ പറയുന്ന ഒരു കാര്യമാണ്. കൂടുതലും കുട്ടികൾ അവിടെ ഫെയിൽ ആവുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് സ്ക്വാഡ്സ് 20 എടുത്തിരിക്കണം. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് 15 എടുത്തിരിക്കണം. പ്രോപ്പർ ഫോമിലാണ് എടുക്കേണ്ടത്. ഫോമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഫിസിക്കൽ റിലേറ്റഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്രോപ്പർ ഫോമിന്റെ. നെക്സ്റ്റ് പുഷപ്പ് ആണ്. ആൺകുട്ടികൾ 15 എടുത്തിരിക്കണം, പെൺകുട്ടികൾ 10 പുഷപ്പ് എടുത്തിരിക്കണം. ഈ ഒരു കാര്യത്തിലാണ് ഈ തവണ കൂടുതലും പ്രോബ്ലം വരാൻ പോകുന്നത്. ഐ തിങ്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ 10 പുഷപ്പെങ്കിലും എടുക്കുന്നത് വളരെ കുറവാണ്. ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ 10 കൂടുതൽ പുഷപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഈ തവണ എന്താണ് അവർക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ഏതാണെന്ന്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബെന്റിനി സിറ്റപ്പ് ആണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൺകുട്ടികൾ 15 എടുത്തിരിക്കണം, പെൺകുട്ടികൾ 10 എടുത്തിരിക്കണം. ഇത്രയുമാണ് PFT എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനകത്ത് വരുന്നത്. ക്ലിയർ? അപ്പോൾ PFT ടെസ്റ്റിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനിയാണ് റിട്ടൺ എക്സാം. റിട്ടൺ എക്സാം കുട്ടികളെ നിങ്ങൾ സ്റ്റേജ് 1 ഏത് സിലബസ് ആണോ പഠിച്ചത്, ഏതൊക്കെ സബ്ജക്റ്റ് ആണോ പഠിച്ചത്, ഏതൊക്കെ നോട്ട്സ് ആണോ പഠിച്ചത്, അതേ സെയിം സിലബസും അതേ സെയിം നോട്ട്സും പഠിച്ചാൽ മതി. അതേ സെയിം എക്സാം തന്നെയാണ് സ്റ്റേജ് 2 വരാൻ പോകുന്നത്. പിന്നെ ഹാർഡ് ആണോ അതുപോലെ തന്നെ ഈസി ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റേജ് 1 വളരെ ഈസി ആയിരിക്കും സ്റ്റേജ് 2 എക്സാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് തന്നെ നിങ്ങൾ അങ്ങോട്ട് പഠിച്ചാൽ മതി. വേറെ എക്സ്ട്രാ ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് MCQs, അതായത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതും ഇനി വരാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസിന്റെ PYQ മോക്ക് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ടോട്ടൽ 40 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. SSRന്റെ 20 അതുപോലെ തന്നെ MRന്റെ 20. വെറും 199 രൂപ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? ഈ ഒരു റിട്ടൺ എക്സാമിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓഫ്ലൈൻ ആണ് നടക്കുന്നത്. പിന്നെ ഈ ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സിലബസ് സെയിം തന്നെയാണ്. SSRന്റെ 100 മാർക്കിനാണ്, MRന്റെ 50 മാർക്കിനാണ്. ക്ലിയർ? ഇതിന്റെ കട്ട് ഓഫിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ SSRന്റെ MRന്റെ സ്റ്റേജ് 2 കട്ട് ഓഫ് എത്രയായിരുന്നു അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബാക്കി സിലബസ് എല്ലാം നമ്മൾ സ്റ്റേജ് 1 പഠിച്ച അതേ സിലബസ് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓഫ്ലൈൻ ആണ് എക്സാം നടക്കാൻ പോകുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സിലബസ് സെയിം തന്നെയാണ്. ഇനി എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് നിങ്ങളുടെ മെഡിക്കൽ ആണ്. നിങ്ങളുടെ BP ചെക്ക് ചെയ്യും, ബ്ലഡ്, യൂറിൻ, പിന്നെ ബാക്കി ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ വെരിക്കോസ് വെയിൻ ചെക്ക് ചെയ്യും, നിങ്ങളുടെ നോക്നി ചെക്ക് ചെയ്യും, അതേപോലെ തന്നെ നിങ്ങളുടെ ക്യാരിങ് ആംഗിൾ ചെക്ക് ചെയ്യും, എന്നീ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ ഐ, നോസ്, ഇയർ, പ്രൈവറ്റ് പാർട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മെഡിക്കൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹെയർ കട്ട്, ഇയർ ക്ലീൻ, ടീത്ത് ക്ലീൻ, പിന്നെ റീമെഡിക്കൽ. പിന്നെ വിത്തിൻ 20 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ എല്ലാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. 21 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ റീമെഡിക്കൽ പ്രോസസ്സും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അവിടെ വിത്തിൻ 2 or 3 ഡേയ്സിലൊക്കെ ചില കുട്ടികളുടെ കംപ്ലീറ്റ് ആവാറുണ്ട്. അതായത് ഇന്ന് ചിലപ്പം മെഡിക്കൽ നമുക്ക് റീമെഡിക്കൽ വരും, പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും പിന്നെ അവർ ആ റീമെഡിക്കലിനായിട്ട് വിളിക്കുന്നത്. കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അത് അവിടുത്തെ ആ ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിലെ ബിസി ഷെഡ്യൂളും അവിടെ എങ്ങനെയാണ് അവർ ഫിക്സ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടുമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സാം റിസൾട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരു അറൗണ്ട് ഒരു 1 or 2 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം റിസൾട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? ആ സെയിം മൂമെന്റിൽ തന്നെ എക്സാം റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. വിത്തിൻ 1 or 2 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന്റെ അപ്ഡേറ്റും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയോ ഇല്ലയോ എന്നുകൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. സോ ദെൻ താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.